ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അത്തം ഒന്നാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇന്നോട്ട് നമ്മൾ അത്തപ്പൂ ഇടാൻ തുടങ്ങുകയാണ്. 10 ദിവസം അത്തപ്പൂ ഇടണം. ഇന്നോട്ട് കുഞ്ഞു കുഞ്ഞു അത്തപ്പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നു പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇറുക്കണം. പിന്നെ ആണെങ്കിൽ വിളക്ക് കത്തിക്കണം. ഫ്രണ്ടെല്ലാം തുടച്ചിട്ട് വേണം നമുക്ക് അത്തപ്പൂ ഇടാൻ. പിന്നെ പൂ 2 വാങ്ങിപ്പിച്ചുള്ളൂ. എന്ന് വെച്ചാൽ പോയി ജസ്റ്റ് പറിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം പിന്നെ 2-3 പൂവൊക്കെ പോയി പറിക്കണം. അപ്പൊ ഇങ്ങനെ അത്തപ്പൂ ഇടാൻ തുടങ്ങിയാലോ. കമോൺ ഗൈസ്. വിളക്കെല്ലാം പോവാ. വിളക്ക് കഴുകിയിട്ട് അവിടെ എല്ലാം തുടയ്ക്കണം. എല്ലാം വൃത്തിയാക്കി തുടച്ചെല്ലാം വൃത്തിയാക്കി ഞാൻ ഇനി കൊണ്ടുപോയി വിളക്ക് കൊണ്ടുപോയി വെക്കട്ടെ. നമ്മള് വിളക്കെല്ലാം കഴുകി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് ദേവികൾക്ക് എല്ലാം പൂ ഇട്ട് കൊടുക്കാന്ന്. വിളക്ക് കത്തിച്ചിട്ടാന്ന് തോന്നുന്നത് അത്തപ്പൂ ഇടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് വിളക്ക് കത്തിച്ചിട്ട് അത്തപ്പൂ ഇടാന്ന്. അപ്പൊ ഞാൻ വിളക്ക് എല്ലാത്തിനകത്ത് പൂ ഇട്ട് നോക്ക്. ഞാൻ വിചാരിച്ച് ദേവികൾക്കെല്ലാം കുറച്ച് പൂ ഇട്ട് കൊടുക്കാന്ന്. ഇന്നലെ 2 പൂവേ വാങ്ങിച്ചോളൂ. 2 പൂ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടുന്ന് കുറച്ച് പൂവൊക്കെ പറിക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് പൂ പറിക്കാൻ പോവാം. കമോൺ ഗൈസ്. ഇതുവഴി ചാടണം. ഞാൻ ഇങ്ങോട്ട് ഇതുവഴിയാണ് ഗൈസ് ചാടാൻ പോകുന്നത്. ഇവിടുന്ന് വെള്ളപ്പൂ പറിക്കണം. ഒരു പണി പാടി ഗൈസ്. ഇന്ന് ഇവിടുത്തെ ചെടി ഒടിഞ്ഞു പോയി ഗൈസ്. ചെടി താഴെ ഒടിഞ്ഞു പോയി. പൂ പറിക്കാൻ നമുക്ക് വാഴയില എടുക്കാം ഗൈസ്. ഇവിടെ കുറെ വാഴകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വാഴ എടുക്കാവേ. വാഴ ഇവിടെ എത്തുന്നതാണോ അല്ലല്ലോ. എനിക്ക് എത്തുന്നതാണോ ഇല്ല. ആണ്ട് ചെറുതുണ്ട് എത്തുന്നത്. ആണ്ട് അത് പറിച്ചാൽ മതി. അങ്ങനെ വാ. തികയത്തില്ല. വലിയ വാഴയിലായോണ്ടേ തികയത്തില്ലെന്ന് തോന്നുന്നു. അല്ല തികയുമല്ലോ അതിനകത്ത്. അതെ. അപ്പൊ ഞാൻ വാഴയിലേക്കകത്ത് പറിക്കാം. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറെ അധികം വെള്ളപ്പൂ ഉണ്ട്. മുല്ലേച്ചി ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു അത്തപ്പൂ ഇടാൻ കുറെ ഇവിടെ വെള്ളപ്പൂ ഉണ്ടല്ലോ, തെറ്റിപ്പൂ ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ തെറ്റിപ്പൂ പക്ഷേ കഴിഞ്ഞ ദിവസേ ഞങ്ങള് മറ്റേ വാവിൻ്റെ അന്ന് ഇവിടുന്ന് കുറച്ച് പറിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി. അതുകൊണ്ട് തെറ്റിപ്പൂ കുറവാണേ. ഇതൊന്ന് പിടിക്കുവോ. വലിയ വാഴയിലായോണ്ടേ ഭയങ്കര ആയിട്ടിതാവും. ഇത് കുറെ ഉണ്ട് കേട്ടോ. മോളോട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് പറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ചന്ദ്രചേട്ടന് ഷൂട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാണ്. ചന്ദ്രചേട്ടന് വീഡിയോ എടുക്കാൻ പെട്ടെന്ന് കഴിയണം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞത്തപ്പൂവാണ് ഇടുന്നിരുന്നത്. ഞാൻ വലിയതായിട്ട് ഇടാന്ന് വെച്ചേ. അപ്പൊ ഇത്രയും മതി. കമോൺ ഗൈസ്. എന്നാലും അപ്പുറത്തോടെ ആ പാലത്തെ കൂടെ നടന്നു പോകത്തില്ല. അപ്പുറത്തെ പോടി പാലത്തെ കൂടെ താഴെ പോത്. ഇടിയ പാലത്തെ കൂടെ നടന്നു പോടി. ബുദ്ധിപൂർവ്വം അത് ശ്രമിച്ചു. വിട്ടോ ആ പാലത്തെ കൂടെ പോകും. പാലത്തെ കൂടെ. അപ്പൊ ഞങ്ങള് പൂവൊക്കെ കഴുകി ഞാൻ അപ്പുറത്തെ പാലത്തൂടെ കറങ്ങി വന്ന് ഞാൻ ഇനി പോയി പെട്ടെന്ന് പോയി അത്തപ്പൂ ഇട്ട്. ഇന്ന് ഭയങ്കര ഇലയൊക്കെ വെച്ച് കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഇടാന്ന് വെച്ചേ. പക്ഷെ നന്ദുവിന്റെ സമയമില്ലാത്തത് നമ്മൾ പെട്ടെന്ന് അത്തപ്പൂ ഇട്ട് തീരണമെന്നാണ് നന്ദു പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് അത്തപ്പൂ ഇടാൻ പോകുന്നത്. ഗായ് നമുക്ക് അത്തപ്പൂ ഇടാൻ തുടങ്ങാം ഗൈസ്. ഞാൻ ആദ്യമേ വെള്ളപ്പൂ ഇട്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞപ്പൂവാണ്. മഞ്ഞപ്പൂ കട്ട് ചെയ്ത് ഇടാവേ. മഞ്ഞപ്പൂ ഇട്ടു. മഞ്ഞപ്പൂ നമ്മൾ പെട്ടെന്ന് ഇടണം. സമയമില്ലാത്ത പരിമിതിയിൽ നമ്മൾ വട്ടമായില്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും നമുക്ക് ഇടാം. ഓക്കെ. നമ്മൾ മഞ്ഞപ്പൂ കട്ട് ചെയ്തിട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇത് വട്ടമാണോ നോക്കിയേ. വട്ടല്ലേ? ഇപ്പോഴോ ഇപ്പോഴോ മഞ്ഞപ്പൂ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഓറഞ്ച് പൂവാണ്. നമുക്ക് ഓറഞ്ച് പൂ കുനുകുണാന്ന് കട്ട് ചെയ്യാം ഗൈസ്. നമ്മൾ ഇങ്ങനെ കുനുകുണാന്ന് കട്ട് ചെയ്യുന്നത് ഇതിന്റെ ഇതളുകൾ വലുതായതുകൊണ്ട് ഭയങ്കര ഇതായി കിടക്കുന്നതുകൊണ്ട് എന്റെ ബുദ്ധിയല്ല, എല്ലാവരുടെയും ബുദ്ധി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നു. ആ പൂ ഇങ്ങനെ എടുത്ത് തരൂ നന്ദു. എടുക്കൂ അനു എടുക്കൂ. അനുവിന്റെ അതല്ല സ്വന്തമായിട്ട് ഇത് എടുക്കാൻ പറ്റുമായിരുന്നല്ലോ.
അനു പണിയെടുക്കാൻ വയ്യാത്ത. നിന്റെ ഓണം മെമ്മറീസ് ഒക്കെ എന്താ അനുകുട്ടി? ഓണം മെമ്മറീസ് എന്ന് വെച്ചാൽ പണ്ടൊക്കെ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നേ. മഞ്ജു ചേച്ചി ആയിരുന്നു അത്തപ്പൂ ഇടുന്നത്. ഞാനും മഞ്ജു ചേച്ചി കൂടെ ആയിരുന്നു അത്തപ്പൂ ഇടുന്നത്. ഫസ്റ്റ് ഡേ മീൻസ് ഫസ്റ്റ് ഡേ ഒന്നും ഇടത്തില്ലേ, 10 ദിവസം ഇടത്തില്ല. 10 ദിവസമൊക്കെ 9 ദിവസം 9 ദിവസം ഒന്നും ഇടത്തില്ല എന്ന് വെച്ചാൽ മടിയായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ വീട്ടിൽ വരുമ്പോളേ ഞാൻ കുഞ്ഞല്ലേ, അപ്പൊ ഒന്നും ഇടത്തില്ല. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ ആകാൻ തുടങ്ങിയപ്പോ പിന്നെ ഇടാൻ തുടങ്ങി. അപ്പൊ ഒക്കെ 10 ദിവസം ഇടുവായിരുന്നു രാവിലെ എണീച്ച്. 1-ാം ക്ലാസ്സിലോ? ഞാൻ UKG ഇവിടെ വന്ന്. UKG ആണ് ഇവിടെ വന്നത്? ആണോ? കോടി അത് ഞാൻ UKG ഇവിടെ വന്നു. ആണോ? എന്നാ ഓക്കെ. നീ 1-ാം ക്ലാസ്സിലൊക്കെ അത്തപ്പൂ ഇടുവായിരുന്നോ? അന്നൊക്കെ അമ്മ സഹായിക്കും. ഓ അങ്ങനെ. എനിക്കറിയത്തില്ല കേട്ടോ. അഞ്ചുചേനെന്നാ എനിക്ക് അറിവുപോലും ഇല്ലായിരുന്നു. അപ്പൊ മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുറെ കഴിഞ്ഞ് പിന്നെ 10ാമത്തെ ദിവസം മാത്രം അത്തപ്പൂ എടുത്തുള്ളൂ. 10ാമത്തെ ദിവസം പോയി പൂവൊക്കെ വാങ്ങി അടിയാ. പക്ഷെ അതുപോലെ തിരക്കല്ലേ 10ാമത്തെ ദിവസം. ഞാനും മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു. മഞ്ജു ചേച്ചി എല്ലാരും കൂടെ ഇവിടെ ഒന്നെങ്കിൽ ഒരു വർഷം ഇവിടെ അത്തപ്പൂ എങ്കിൽ അടുത്ത വർഷം അവിടെ ആയിരിക്കും അത്തപ്പൂ. അങ്ങനെയായിരുന്നേ. പിന്നെ അപ്പുറത്ത് വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലും അത്തപ്പൂ ഇടായിരുന്നു. ഞങ്ങൾ എല്ലാരും പോയി. പക്ഷെ അതൊക്കെ രസമായിരുന്നു. ഇപ്പൊ ആരും ഇല്ല അത്തപ്പൂ ഇടാൻ. ഇപ്രാവശ്യം മഞ്ജു ചേച്ചിയൊക്കെ സുധാമ്മയൊക്കെ വരുവാണെങ്കിൽ സുധാമ്മയൊക്കെ ഇവിടെ വന്നിരിക്കും കേട്ടോ. ഉണ്ട്. കോളേജിൽ പോകണ്ടായിരുന്നു. ഓണം പരിപാടി 21 ഫ്രൈഡേ. അത് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വ്ലോഗിനകത്ത് വരുമായിരിക്കും. ചിലപ്പോൾ വരത്തില്ലായിരിക്കും. അവിടുത്തെ ഇതുപോലെ ഇരിക്കും. എന്റെ ക്ലൈന്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഗൈസ്. എനിക്ക് ഓണ ഷൂട്ട് ഉണ്ട് ഗൈസ്. പക്ഷെ ഇവൾ പെട്ടെന്ന് തീർക്കാത്തോണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഡിസൈൻ ഒക്കെ വിചാരിച്ചിരുന്നു. ഇനി വട്ടമാക്കാല്ലയോ? വട്ടമാക്ക്. കഷ്ടമായിന്നുണ്ട് ചേട്ടന്. ഞാൻ അങ്ങനെ ഡിസൈൻ ഒക്കെ സെറ്റ് ചെയ്യുവാണ്. ഇത് പൂ അധികം ഇല ഇല്ലാത്തോണ്ട് ഞാൻ അൽക്കുലത്ത് പണിയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എന്റെ അങ്ങോട്ട് ഉള്ളിന്ന് എന്തോ പറയുന്നേ, ഇങ്ങോട്ട് ഉള്ളിലോ ഇങ്ങനെ പറയത്തില്ല, ഉള്ളിന്ന് എന്റെ കഴിവ് തെളിയിക്കാൻ പറ്റും. ശരി നല്ല കഴിവല്ലേ, സൂപ്പർ കഴിവാ നിന്റെ. അതെ, അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് അത്തപ്പൂ ഇടണം. നമ്മൾ പെട്ടെന്ന് അത്തപ്പൂ ഇട്ടോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാൻ അങ്ങനെ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞ് നന്ദിച്ചേട്ടൻ കുളിക്കാനൊക്കെ പോയി. ഞാനാണെങ്കിൽ ഇവിടെ വേറൊക്കെ ഡിസൈൻ കൊടുക്കണം. ഈ ചെറുക്കൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസൈനും കൂടെ ഞാൻ കൊടുത്തേനെ. എന്തൊരു മോശമാണ്, മോശം. ഇത്ര മതിയല്ലേ, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, കുഴപ്പമില്ലല്ലോ. ഈ അത്തപ്പൂവിന്റെ ഇന്നത്തെ എന്തേലും ഇങ്ങനൊക്കെ മുക്കൂച്ചി ഫസ്റ്റ് ഡേ അങ്ങനെയൊക്കെ ഉണ്ടോ? ആർക്കെങ്കിലും അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. അമ്മ ചോദിച്ചപ്പോ അമ്മയ്ക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇത്ര പൂവ് അധികം ഉണ്ട് കഴിച്ചു. അപ്പൊ നാളെയും കൂടെ അത്തപ്പൂ 60 രൂപയ്ക്ക് അത്യാവശ്യം ലാഭം കേട്ടോ. 60 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ട്. അമ്മേ, ഇപ്പൊ ഞാൻ അത്തപ്പെല്ലാം ഇട്ട് കഴിഞ്ഞു ഗൈസ്. ഇവിടെ വൃത്തിയാക്കാം. ഇവിടെ എല്ലാം മഞ്ഞ കളറായിരിക്കും കേട്ടോ. മഞ്ഞയും ചുമപ്പും ഒക്കെ കളറായിരിക്കും ഗൈസ്. ഇതാണ് എന്റെ അത്തപ്പൂ. എന്നുവെച്ചാൽ സമയമില്ലാത്ത പരിമിതിയിൽ നമ്മൾ അത്തപ്പൂ എല്ലാം ഇട്ട് കഴിഞ്ഞു ഗൈസ്. എന്റെ അത്തമെല്ലാം റെഡി ആയിരിക്കുന്നു ഗൈസ്. നോക്കൂ, അതിന്റെ ഇടയ്ക്ക് എന്നെ ഒരു കൊതു അടിച്ചു. ഇത് കണ്ടോ, കാട്ടിപ്പോയോണ്ടായിരിക്കും. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. മഴ വരുന്നത് കൊണ്ട് ഞാനാണെങ്കില് ചെരുപ്പെല്ലാം എടുത്ത് കഴുകാന്ന് വിചാരിച്ച് വെയിലായോണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ അത്തപ്പൂ ഇതാണ്. നാളെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വിപുലീകരിച്ചിടാം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.